ചിറ്റൂർ പുഴയിൽ ഓരോ വർഷവും അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ആളുകൾ അശ്രദ്ധമായി ഇറങ്ങുന്നത് പതിവാകുന്നു. ചിറ്റൂർ പുഴയിൽ നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടും യാതൊരു മുൻകരുതലുമില്ലാതെ ആളുകൾ പുഴയിലിറങ്ങുന്നതും കുളിക്കുന്നതും അലക്കുന്നതും കുട്ടികളെ ഉൾപ്പെടെ പുഴയിലേക്ക് കൊണ്ടുവരുന്നതും പതിവായിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതലായും ഇവിടെ എത്തുന്നത്. അപകടം പതിയിരിക്കുന്ന ചിറ്റൂർ പുഴയിൽ കാണുന്ന ചുഴികൾ ഉൾപ്പെടെ അപകടക്കെണിയാണെന്ന് ഇവിടെ എത്തുന്ന പലർക്കും അറിയില്ല. പുഴയിലകപ്പെട്ട് 2 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞതാണ് അവസാനത്തെ സംഭവം. കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്രദേശത്തെ ഒഴുക്കിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. പുഴയിൽ അപകടത്തിൽപ്പെടുന്നവരേറെയും തമിഴ്നാട് ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ തന്നെയാണ്. പുഴയിലെ അപകട മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനോ മറ്റു മുൻകരുതൽ നടപടി സ്വീകരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ മുന്നറിയിപ്പ് നൽകാൻ ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു വർഷത്തിനിടെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടുണ്ടായ ഒട്ടേറെ അപകടങ്ങളാണ് ഉണ്ടായത്. ഈ മാസം ആദ്യം ആലാങ്കടവ് തടയണയ്ക്ക് സമീപം തമിഴ്നാട്ടിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികൾ കുടുങ്ങിയിരുന്നു. അഗ്നിശമന സേനാംഗങ്ങളുടെ ശ്രമഫലമായാണ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ 2024 ജൂലൈ 16-ന് മൈസൂരു സ്വദേശികളായ 4 അംഗ കുടുംബം ഇവിടെ പുഴയിൽ കുടുങ്ങിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അന്ന് അപകടത്തിൽപ്പെട്ട കുടുംബത്തെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടപ്പോൾ പുഴയിൽ നിന്നും അക്കരയ്ക്കെത്താൻ ശ്രമിച്ച 2 കൊച്ചു വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടുള്ള അപകടമുണ്ടായി. അന്നും സാഹസികമായാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളെ കരയ്ക്കെത്തിച്ചത്. മഴക്കാലത്ത് പുഴയിൽ പെട്ടെന്ന് വെള്ളമുയരുകയും ശക്തമായ ഒഴുക്കുണ്ടാവുകയും ചെയ്യും. ഇതറിയാതെയും വകവയ്ക്കാതെയും കുളിക്കാനിറങ്ങുന്നവർ പുഴയിൽ കുടുങ്ങുന്ന അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.